ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ തംബ്നെയിൽ കണ്ട പോലെ ഞങ്ങളുടെ പ്രഗ്നൻസി ആൻഡ് ഡെലിവറി ജേണിയാണ് ഞങ്ങളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. കാനഡയിലുള്ളതെന്ന് എടുത്ത് പറയണം, കാരണം ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റത്തിനെ കുറിച്ച് എല്ലാവർക്കും കുറേ കൺസേൺസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ഇത് പറയുന്നത്. അത് എല്ലാവരും ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എക്സ്പീരിയൻസ് ഗുഡ് ആവാം, ബാഡ് ആവാം, അതെല്ലാം ഞങ്ങളിന്ന് ഷെയർ ചെയ്യും. ഇതൊരു പ്രട്ടി ലോങ് വീഡിയോ ആയിരിക്കും, അതുകൊണ്ട് ഞങ്ങളിത് പാർട്ട് ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളെല്ലാം പറയാം, ഞങ്ങളുടെ എക്സ്പീരിയൻസ്. ഞങ്ങളുടെ ഒരു കാര്യം എടുത്ത് പറയാം, ഞങ്ങൾ രണ്ടുപേരും മെഡിക്കൽ പ്രൊഫഷണലൊന്നും അല്ല, അതുകൊണ്ട് ടെക്നിക്കൽ ടേംസ് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും ഞങ്ങൾ സംസാരിക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഫോർഗീവ് ചെയ്യുക. അപ്പോൾ തുടങ്ങാം. അത് മാത്രമല്ല, സാധാരണ ഇങ്ങനത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, അങ്ങനെ ഫ്രഷ് കണ്ടൻറ്റൊന്നുമല്ല. നോർമലി വീഡിയോസ് കാണുമ്പോൾ അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ട് പറയാമെന്ന്. നമുക്ക് അങ്ങനെ കാര്യമായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല, അങ്ങനെ ആരും റിക്വസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തന്നെ ഒരു മെമ്മറി. പിന്നെ ഓഫ് കോഴ്സ് ഞങ്ങളടുത്ത് ക്ലോസ് ഫ്രണ്ട്സ് എല്ലാവരും ചോദിക്കാറുണ്ട് ഞങ്ങളുടെ ജേണി, എസ്പെഷ്യലി മാരീഡ് ആയിട്ട് ബേബി പ്ലാനിങ് ഒക്കെ ഉള്ളവരൊക്കെ, കാനഡയിലുള്ളവർ അല്ലെങ്കിൽ വീട്ടുകാരിൽ നിന്ന് മാറി നിൽക്കുന്ന ഉള്ളവരൊക്കെ നിങ്ങളോട് ചോദിക്കാറുണ്ട്. അപ്പം അവരോടൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഫുൾ ജേണി ആർക്കും അറിയില്ല. ഇൻഫാക്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ ഫാമിലിക്ക് അറിയത്തില്ല, എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ പറയാൻ വിചാരിച്ചു. കിച്ചു പറഞ്ഞ പോലെ ഒരു മെമ്മറി ആയിട്ട് നാളെ മോനും വലുതാകുമ്പോൾ അവരും കാണാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ നമ്മളും ഇൻഫാക്ട് ഇതൊക്കെ മറക്കുമല്ലോ. ഇപ്പോൾ 1 year ആയി, ഓൾമോസ്റ്റ് 1 year ആയി, 9 months ഓഫ് ഡെലിവറി ആയി, തുടങ്ങിയിട്ട് 1.5 വർഷമായി. അപ്പോൾ അത് നമുക്ക് ഇപ്പോഴും എപ്പോഴും പറയാറുണ്ട്, അത് ഫൊർഗെറ്റ് ആയി പോകുന്നുണ്ട്. എന്തായിരുന്നു പെയിൻ, എന്തായിരുന്നു എന്ന്, ആ ജേണി എന്തായിരുന്നു, ഞാൻ അന്ന് കരഞ്ഞായിരുന്നു, ഞാൻ അന്ന് എങ്ങനെയായിരുന്നു ബിഹേവ് ചെയ്തത് എന്നൊക്കെ ചോദിക്കാറുണ്ട്, എപ്പോഴും പറയും. അപ്പം ഈ വീഡിയോ കാണുമ്പം കുറച്ച് സാധനങ്ങൾ ചെയ്ത് മെമ്മറിയിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളിത് പ്ലാൻഡ് ഒന്നും അല്ല, ലൈക്ക് എന്തൊക്കെ പറയണം അങ്ങനെ പ്ലാൻഡ് അല്ല. അതുകൊണ്ട് ചിലപ്പോൾ ഓർഡറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. എന്നാലും ഞങ്ങൾ ജെന്യുവൻ ഫീലിങ്സ് ആയിരിക്കും ഇതിൽ പറയുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞത് മെയ് 2022 ഇൻഫാക്റ്റ് ഇത് നമ്മുടെ 3rd year ആവുന്ന ഒരു വീക്കിലാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. എന്നിട്ട് ആഫ്റ്റർ ഒരു 5-6 months ആണ് ഞാൻ കാനഡയിലോട്ട് വന്നത്. മെയ്യിൽ മാരേജ് കഴിയുന്നു, നവംബറിൽ ഞാൻ എത്തുന്നു, കാനഡയിലോട്ട് ഒണ്ടാറിയോയിലാണ് ഞങ്ങൾ എത്തുന്നത്. വെച്ചാൽ നന്ദു ഓൾറെഡി അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനത്തെ ഒരു ഞങ്ങളുടെ ഇമിഗ്രേഷൻ രീതികളൊക്കെ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. നന്ദു ഇൻഫാക്ട് സ്റ്റുഡൻ്റ് ആയിട്ട് വന്നു, ഞാൻ സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റിലാണ് വന്നത്. അപ്പോൾ ഞാൻ വന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും വർക്ക് പെർമിറ്റിലാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്കൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, എപ്പോൾ ബേബി വേണം. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഒരു 2 year നമ്മുടേതായ ഒരു സമയം കഴിഞ്ഞിട്ട് ബേബി മതി. അതിന് പ്രത്യേകിച്ച് പുറത്തൊക്കെ ഉള്ളവർക്ക് അറിയാം, നമുക്കിവിടെ PR എടുക്കുക എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. വർക്ക് പെർമിറ്റിൽ നിൽക്കുമ്പോൾ എല്ലാവരുടെയും ഫസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് PR ആവുക, PR എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ PR ആയതിനു ശേഷം കുഞ്ഞിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ PR ആവാൻ എന്തായാലും 2 years എടുക്കും. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ പിന്നെ നാട്ടിലല്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ വലിയ സ്ട്രെസ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല, ആരും ഞങ്ങളോട് അങ്ങനെ ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഓക്കെ. അങ്ങനെ നവംബർ 2022 ഞാൻ വന്നു. അങ്ങനെ കുറച്ച് മാസങ്ങൾ പാസ്റ്റ്. ഓഗസ്റ്റ് 2023 നമുക്ക് PR-ന് ഇൻവിറ്റേഷൻ വന്നത്. PR-ന് അത് എടുത്ത് തന്നെ പറയണം, നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സമയത്താണ് നമുക്ക് PR-ന് ഇൻവിറ്റേഷൻ വരുന്നത്. ലൈക്ക് നമുക്ക് ഇനിയും 1 year ഉണ്ട് നമുക്ക് വർക്ക് പെർമിറ്റ് കഴിയാൻ. താങ്ക്ഫുള്ളി ഫോർച്ചുനേറ്റ്ലി നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ വരുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കിച്ചുവിനോട് ചോദിച്ചു, കിച്ചു ഓക്കെ നമ്മൾ പറഞ്ഞനുസരിച്ച് ഇനി 1 year ഉണ്ട്, പക്ഷേ ബേബിയൊക്കെ ആവാമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ കിച്ചുവിനോട് സംസാരിച്ചു. അപ്പോൾ കിച്ചു പറഞ്ഞു നമുക്ക് അങ്ങനെ സ്ട്രെസ്സൊന്നും ചെയ്യണ്ട, ആവുകയാണെങ്കിൽ ആവട്ടെ, അത്രേ ഉള്ളൂ, അങ്ങനെ ഒരു പ്ലാനിങ് വേണ്ട. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പ്ലാനൊക്കെ ചെയ്ത് നമ്മൾ ട്രൈ ഒക്കെ ചെയ്യുമ്പോൾ കൺസീവ് ആയില്ലെങ്കിൽ നമുക്കൊരു വിഷമമാവും, നമ്മുടെ ലൈഫ് അങ്ങ് പോവുക. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും അങ്ങനെയൊന്നും ആരും, എല്ലാവരും നമ്മളെയൊക്കെ പോലെ തന്നെ മിക്കവരും കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അപ്പം നമുക്കങ്ങനെ പ്രഷറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആവുമ്പോൾ ആവട്ടെ. അപ്പോൾ PR-ന് ഇൻവിറ്റേഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ, കൺഫർമേഷൻ ഒന്നും ആയിട്ടില്ല. ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ആ സമയത്ത് നമ്മൾ ഒക്ടോബറിലാണ് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ പീരീഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പീരീഡ്സ് എപ്പോഴും 28 days സൈക്കിളാണ്. ആയിരുന്നു എന്നെടുത്ത് പറയണം. ഡെലിവറിക്ക് ശേഷം ഓൺ ആൻഡ് ഓഫ് ആണ്. പക്ഷേ അതുവരെ ഭയങ്കര റെഗുലർ പീരീഡ്സാണ് എൻ്റെ. അതായത് എനിക്ക് തെറ്റത്തേ ഇല്ല, കുറച്ച് നേരത്തെ വന്നാലേ ഉള്ളൂ, ഒരിക്കലും ലേറ്റ് ആവത്തില്ല. അപ്പോൾ എനിക്കങ്ങനെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ പോലും ഉള്ളൊരു ഓപ്ഷൻ എനിക്കുണ്ടായിരുന്നില്ല. കാരണം ഒരു ദിവസമെങ്കിലും ലേറ്റ് ആയാലല്ലേ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ഒരു
ഒക്ടോബർ 13th ആയിരുന്നു എൻ്റെ പീരീഡ്സ്. അതിനുശേഷം നവംബറിൽ, അപ്പോൾ എനിക്ക് നവംബർ 10th പീരീഡ്സ് ആവും. അങ്ങനെ ഇരുന്നു. എന്നിട്ട് ആ നവംബറിൽ കുറച്ച് ലീവ് ഞാൻ എടുത്തായിരുന്നു. കാരണം ആ ഇയർ എൻഡിന് മുന്നേ എനിക്ക് 4 ലീവ് എടുത്ത് തീർക്കാനുണ്ടായിരുന്നുകൊണ്ട് ഞാൻ 4 ലീവ്, നന്ദു ഓഫീസിൽ പോകുന്നു, ഞാൻ 4, എനിക്കത് മൺഡേ ട്യൂസ്ഡേ അതോ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ എന്തോ ഞാൻ ഓഫാണ്. ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ ഞാൻ ഓഫാണ്. അപ്പോൾ ഇവിടെ ഹെൽത്ത് കാർഡാണ്, നമുക്കറിയാമല്ലോ ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റം നമുക്കെല്ലാം ഫ്രീ ആണ് എക്സെപ്റ്റ് ഫോർ മെഡിക്കേഷൻസ്, നമ്മുടെ റൂംസ്, ഡെന്റൽ, ഐ, അതൊക്കെ നമ്മുടെ പ്രൈവറ്റ് ഇൻഷുറൻസ്. ഹെൽത്ത് കാർഡ് അത് കവർ ആവും. ടോട്ടലി പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഹെൽത്ത് കാർഡ് വേണം. അന്ന് എനിക്ക് ഹെൽത്ത് കാർഡില്ല. അതെന്തോ ദയവായിട്ട് തന്നെ എനിക്ക് മെയിനായിട്ട് ഹെൽത്ത് കാർഡ് എടുക്കാൻ പോകുന്ന ഒരു വർക്കിംഗ് ഡേ തന്നെ പോകണം. കാരണം അവിടെ ലോങ് ലൈനപ്പ് ഉണ്ടാവും, ഓഫാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും ഞാൻ ലീവ് എടുത്ത് നിൽക്കുവാന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ ബസ്സിൽ പോയി എൻ്റെ ഹെൽത്ത് കാർഡൊക്കെ സെറ്റ് ചെയ്തു. അതിനുശേഷം അന്ന് ആ ലിയോ സിനിമയൊക്കെ ഇറങ്ങിയൊരു ടൈമാണ്. അതിൻ്റെ റീലിൻ്റെ ഒക്കെ പ്രാക്ടീസാണ്. ഞാൻ മറ്റേ കറുപ്പായി ഒക്കെ ഇങ്ങനെ പ്രാക്ടീസൊക്കെ നടന്നുകൊണ്ട സമയമാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ എന്തോ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നേ. അത് ചില സമയത്ത് നമുക്കങ്ങനെ തോന്നുമല്ലോ. അത് കിച്ചുനോട് ഞാൻ പറഞ്ഞില്ലേ, ഇനി ഞാൻ പ്രഗ്നൻ്റ് ആണെങ്കിലോ, വെറുതെ അങ്ങനെ ഒന്നുമേ അല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. പക്ഷേ ഞാൻ ഇങ്ങനെ വെറുതെ പറയും. എന്നിട്ട് ഞാൻ കണ്ണാടി, ആരുമില്ലല്ലോ, കിച്ചു ഇല്ല, അപ്പോൾ എനിക്ക് വേറെ പണിയില്ല വീട്ടിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണാടി നോക്കി ഓലത്തുമ്പത്തിരുന്നൊക്കെ ഇങ്ങനെ പാടിയൊക്കെ നടക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നവംബർ 10th പക്ഷേ എനിക്ക് ഭയങ്കര ക്രാംസ് ഉണ്ടായിരുന്നു, ഭയങ്കര തലകറക്കം, നല്ല ക്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മീനാക്ഷി, ആ സമയത്തൊക്കെ എല്ലാം ഷെയർ ചെയ്യുമായിരുന്നു അവളോട്. അപ്പോൾ അവളോടൊക്കെ ഇങ്ങനെ പറഞ്ഞു ഈ മാസം പീരീഡ്സ് നേരത്തെയാണെന്ന് തോന്നുന്നു. അത് നവംബർ 2, 3 ആയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ക്രാംസ് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പേടിയായി, ഇത്രയും നേരത്തെയൊക്കെ പീരീഡ്സ് ആവുമോ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. നവംബർ 10th അതായത് പീരീഡ്സ് ആവേണ്ട ഡേ ആയിട്ടില്ല, അതായത് ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു, നവംബർ 2023 ഫ്രൈഡേ പീരീഡ്സ് ആയില്ല. നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും ഒന്നുമില്ല അന്ന്, അല്ലെങ്കിൽ അടുത്ത ദിവസം ആവണമല്ലോ, അന്നും ആയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കിച്ചുവിനോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീക്കെൻഡ്സൊക്കെ യൂഷ്വലി ബാഡ്മിൻ്റനൊക്കെ കളിക്കാൻ പോകാറുണ്ടായിരുന്നു. റെഗുലർ അല്ല, എന്നാലും ഇടയ്ക്കൊക്കെ പോകും. അപ്പോൾ ഞാൻ കിച്ചുവിനോട്, അപ്പോൾ അന്ന് നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമ്മൾ ബാഡ്മിൻ്റൺ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോകും. അപ്പോൾ ഞാൻ കിച്ചുവിനോട് പറഞ്ഞു, കിച്ചു പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പോവാം, ലൈക്ക് ഇൻ കേസ് എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ കളിക്കാൻ പാടില്ല. ഇപ്പോൾ അല്ലെങ്കിൽ ഓക്കെ, എൻ്റെ മനസ്സിൽ PCOD അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു. കാരണം PCOD ഒക്കെ ഇപ്പോൾ ഭയങ്കര കോമൺ ആണല്ലോ. അപ്പോൾ ഇനി PCOD ആണോ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് അറിയാം എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയ സമയമാണേ. വലിയ കാര്യമല്ല, പക്ഷേ എനിക്കത് ഭയങ്കര വലിയ കാര്യമാണ്. കാരണം കാനഡയിൽ വന്നിട്ട് ഡ്രൈവൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ കാര്യമാണ്. അപ്പോൾ അന്ന് ഞാൻ കിച്ചുവിനെയും കൊണ്ട് നമ്മൾ അടുത്തുള്ള ഷോപ്പേഴ്സിൽ പോയിട്ട് ഞങ്ങൾ കിറ്റ് മേടിച്ചു, 2 മേടിച്ചു. അങ്ങനെ കിറ്റ് മേടിച്ച് ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു കിച്ചു ഞാൻ വണ്ടി ഓടിക്കണില്ല, കിച്ചു എന്നെ ഓടിച്ചു, എന്തോ ഒരു ടെൻഷൻ പോലെ. എന്നിട്ടെന്തോ കിച്ചു പറയും. എന്നിട്ടെന്തുവാ നമ്മൾ വീടെത്തിയിട്ട് നമ്മൾ കിറ്റ് ഓപ്പൺ ചെയ്തു, ആർച്ച ചെന്ന് ടെസ്റ്റ് ചെയ്തു. അപ്പോഴും നമ്മൾ ഹോപ്പ് ചെയ്യുന്നത് അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, അങ്ങനെ സർപ്രൈസ്ഡ് ആവാനായിട്ടോ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ഇരിക്കുകയായിരുന്നു. കിറ്റ് ഓപ്പൺ ചെയ്തു, ആർച്ച ടെസ്റ്റ് ചെയ്തു, കൊണ്ടുവന്നു. നമ്മൾ ഇത് കണക്ക് ബാഡ്മിൻ്റൺ കളിക്കാനായിട്ട് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ മീൻ ടൈം. ഓക്കെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ആർച്ച ടെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ്സ് എന്തോ എനിക്ക് തോന്നുന്നു ആർച്ച വെച്ചുകൊണ്ടിരുന്നു. ഡിജിറ്റൽ അല്ല, മറ്റേ ബാർ കാണിക്കുന്നതാണ്. ഒരു ബാർ കാണിക്കും, പിന്നെ പോസിറ്റീവ് ആണെങ്കിൽ രണ്ടാമത്തെ ഒരു ബാറും കൂടെ കാണിക്കും. അങ്ങനത്തെ ഒരു ഇതാണ് മേടിച്ചത്. അപ്പം ആർച്ച രണ്ടാമത്തെ ലൈന് കാണിക്കും. ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഓൾമോസ്റ്റ് 2 മിനിറ്റ്സ് നോക്കി ആർച്ച പറഞ്ഞു ഓക്കെ, വെറുതെ പൈസ കളഞ്ഞു, ഒന്നും ഇല്ല, വെറുതെ എന്തിനാ, നമുക്ക് ഒക്കെ പോകാനായിട്ടുള്ള ഇതെടുക്കാം. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ യൂറിൻ ഇങ്ങനെ പാസ് ചെയ്തിട്ട് ഒരു വര വരണം, പക്ഷെ ഒരു വര പോലും എൻ്റെ വന്നില്ല. ആദ്യം വന്നില്ല, പക്ഷെ അത് ടൈം എടുക്കും. അപ്പൊ ആർച്ച പറഞ്ഞു ഓക്കെ ഇത് ഇതുവരെ വന്നത് പോലും ഇല്ല, ഓക്കെ ശരി. അപ്പം ഞാൻ പോയി. അപ്പൊ ആർച്ച ഇങ്ങനെ ഫ്രഷ് ആവാനായിട്ട് പോയി. അങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് ആദ്യം ഒരു വര കാണിച്ചു. അപ്പോൾ ഞാൻ വെച്ചാൽ ഓക്കെ അത് വന്നു. നോക്കിയപ്പം സൈഡിലുള്ള ചെറിയ വര ചെറുതായിട്ട് ഇങ്ങനെ മങ്ങി കാണുന്നുണ്ട്. അപ്പം ഞാൻ വെച്ച് ഓക്കെ, അപ്പോൾ ഇത് അതിൽ ഓൾറെഡി ഉള്ളൊരു ലൈനാണല്ലോ, അപ്പോൾ യൂറിൻ ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ വന്നായിരിക്കും. നോക്കിയപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് തിക്കാവാൻ തുടങ്ങി. തിക്കായി നോക്കിയപ്പോൾ 2 സോളിഡ് വര. അപ്പം ഞാൻ ആർച്ച വിളിച്ചിട്ട് പെട്ടെന്ന് ഞാൻ ഷോക്കായി. ഞാൻ ആർച്ച പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു വിളി വിളിച്ചു.
അപ്പം എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പോയി, കാരണം കിച്ചു വെറുതെ എന്നെ അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പെട്ടെന്ന് പോയി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് നീ ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു. നോക്കിയപ്പം രണ്ടുപേരെ അപ്പോൾ രണ്ടുപേരെ ഭയങ്കര ഡാർക്കല്ല, പക്ഷെ ഒരു വര കാണാം. അപ്പം നമ്മളിങ്ങനെ വിചാരിച്ച് സർപ്രൈസ്ഡ്, രണ്ടുപേരും ഷോക്കായിരുന്നു. പൊതുവെ സിനിമയിലെല്ലാം കാണുന്ന കണക്ക് അയ്യോ കെട്ടിപ്പിടിച്ച് അങ്ങനെയല്ലേ, നമ്മൾ രണ്ടുപേരും ഷോക്കിലായിരുന്നു, ഇപ്പം എന്നെ എക്സ്പെക്ട് ചെയ്യുന്നില്ലായിരുന്നു നമ്മൾ. കാരണം എന്നെ അറിയുന്നവർക്കറിയാം എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടെങ്കിൽ ഞാൻ അത് വീഡിയോ എടുക്കും. ഞങ്ങളുടെ അങ്ങനെ ഒരു വീഡിയോ ഇല്ല, കാരണം അങ്ങനെ ഒരു ഹോപ്പ് ഇല്ലല്ലോ. നമ്മൾ ജസ്റ്റ് നോക്കിയതാ. ശരിയാണ്, അതും ഫസ്റ്റ് ഡേ, ഞാൻ പറയും ഫസ്റ്റ് ഡേ പീരീഡ്സ് ആയില്ല എന്ന് പറഞ്ഞ് മിസ് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഡേ തന്നെ ചെക്ക് ചെയ്തതാ. അപ്പോൾ അങ്ങനെ കണ്ടു, ഞങ്ങൾ ഷോക്ക്ഡായി. ഞങ്ങൾ കെട്ടിപ്പിടിക്കോ ഉമ്മ വയ്ക്കോ ഒന്നുമല്ല, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എന്ത് ചെയ്യും. കാരണം എൻ്റെ മനസ്സിൽ പോയത്, ഞങ്ങൾ ഒന്നാമത്തെ കാര്യം PR-ന് ഇൻവിറ്റേഷൻ വന്നിട്ടേ ഉള്ളൂ, കൺഫർമേഷൻ വന്നിട്ടില്ല. അടുത്ത വർഷം ഓഗസ്റ്റ് ആകുമ്പോൾ നമ്മുടെ വർക്ക് പെർമിറ്റ് കഴിയും. അയ്യോ കൊച്ചിനെ കൊണ്ട് നമ്മൾ തിരിച്ച് പോരേണ്ടി വരുമോ, നാട്ടിലോട്ട് പോവുമോ, എന്ത് ചെയ്യും, നാട്ടിൽ ചെന്ന് എന്ത് ജോലി ചെയ്യും. അങ്ങനെ വീട്ടിൽ നിന്ന് ആരുമില്ല, ഇപ്പം അമ്മയും അച്ഛനും ആരും നമ്മുടെ അടുത്തില്ല. ഞങ്ങൾക്കൊന്നും ഞങ്ങൾക്കിപ്പം അന്ന് മൈൻഡിൽ കൂടെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഓടി. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റിയാലിറ്റിയിലേക്ക് വന്നു. ഓക്കെ ഹാപ്പിയാണ്, കാരണം ദൈവം തന്നതാണ്, ഹാപ്പിയായി ഞങ്ങൾ. ഓക്കെ അപ്പം പെട്ടെന്ന് വയറിലൊക്കെ ഇങ്ങനെ കൈവച്ച് അത് നല്ലൊരു ഇതായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് സ്വാമി നമ്മൾ പ്രാർത്ഥിക്കുന്ന റൂമിലോട്ട് പോയി. റൂം മീൻസ് ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്, അവിടെ ചെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. ഭയങ്കര സന്തോഷം. പക്ഷേ എൻ്റെ കൂടെ ടെൻഷനും ഉണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. എന്നിട്ട് എന്ത്, നമ്മൾ നാട്ടിലാണെങ്കിൽ പറയും 3 മാസം കഴിയാണ്ട് ആരടുത്തും പറയരുത്. പക്ഷേ വേറെ ഇതും കൂടെ പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ ആർച്ചേന പറഞ്ഞതാ, നമ്മൾ ഉച്ചയ്ക്ക് എന്തോ ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത്, ഈവനിങ് ഓൾമോസ്റ്റ് അറൗണ്ട് ലൈക്ക് 3 o'clock നമ്മൾ ടെസ്റ്റ് ചെയ്തത്. ആർച്ച പറഞ്ഞ് ഇത് കറക്റ്റ് ആവാൻ ചാൻസ് കുറവാണ്, നമുക്ക് ഡിസ്ക്ലോസ് ആരടുത്ത് ക്ലോസസ്റ്റ് ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് പറയുന്നതിന് മുമ്പേ പോലും നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് രണ്ടാമത് മേടിച്ച കിറ്റ് ഉണ്ടല്ലോ, 2 കിറ്റ് മേടിച്ചായിരുന്നു. അതിൽ രണ്ടാമത് മേടിച്ച കിറ്റ് നമുക്ക് ഫസ്റ്റ് യൂറിൻ എന്ന് വെച്ചാൽ അടുത്ത ദിവസം മോർണിംഗ് എണീറ്റിട്ട് ഫസ്റ്റ് യൂറിൻ ടെസ്റ്റ് ചെയ്യാം, അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ ശരി, അങ്ങനെയും കൂടെ നോക്കാം. എന്നിട്ട് ഞങ്ങൾ പക്ഷേ ഞങ്ങളുടെ ഈ ക്ലോസ് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു. ഈ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ 10, 15, 20 പേരോട് ഞങ്ങൾ പറഞ്ഞു. കാരണം നമ്മൾ അവരോടെയാണ് 15 ഒരു 10 പേര് പേരോട് ഞങ്ങൾ പറഞ്ഞു. എൻ്റെ പഴയ റൂംമേറ്റ്സ് ആയിരുന്നു, എൻ്റെ കൂടെ പണ്ട് താമസിച്ചിരുന്നവർ. പിന്നെ അവരുടെ വൈഫ്, അവരുടെ ഗേൾ ഫ്രണ്ട്സ് അവരോടും, പിന്നെ എൻ്റെ അല്ലാത്ത കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു. കാരണം ഇവിടെ ഞങ്ങൾക്ക് ഫാമിലി എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ആണ്. നമുക്കിവിടെ ഇപ്പം നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഗുഡ് ഓർ ബാഡ് അവരെ നമുക്കുള്ളൂ എല്ലാ കാര്യത്തിനും. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞാലേ അവർക്ക് നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനോ, അല്ലെങ്കിൽ ഇപ്പം കളിക്കാൻ പോകത്തില്ലല്ലോ നമ്മൾ ഒബ്വിയസ്ലി ആ ഒരു സമയം. അതൊക്കെ നമുക്ക് പറയുമ്പോൾ നേരെ അവിടെ വീട്ടിൽ ചെന്നിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു. എല്ലാവരും ഷോക്കായി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവരും എന്താ പറയുക ഭയങ്കര മെച്ചോർഡായിട്ട് എടുത്തതെന്ന് വെച്ചാൽ ഇപ്പോഴും ആരോടും പറയണ്ട, നമുക്ക് നോക്കാം. കാരണം ഫസ്റ്റ് എല്ലാവരും പറഞ്ഞു സാധാരണ എല്ലാവരും 2 weeks ഒക്കെ വെയിറ്റ് ചെയ്യുമല്ലോ. എന്നിട്ട് ഞാൻ പതുക്കെ അമ്മയോടും പറഞ്ഞു. അമ്മയും പറഞ്ഞു രാത്രി പറഞ്ഞു, അതായത് അവിടുത്തെ രാവിലെ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു 1 ദിവസമല്ലേ മിസ്സായുള്ളൂ, അത് നോക്കരുത്, 2 ആഴ്ച നാട്ടിലൊക്കെ അങ്ങനെയാണെന്ന്, 2 ആഴ്ചയൊക്കെ വെയിറ്റ് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ അപ്പം തൊട്ട് ഞങ്ങൾ എടുക്കേണ്ട പ്രിക്കോഷനൊക്കെ എടുത്തു തുടങ്ങി. പിന്നെ അടുത്ത ദിവസം നമ്മൾ രാവിലെ തന്നെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിലും 2 സോളിഡ് ലൈൻസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ചും നമ്മൾ ഒന്ന് ഓക്കെ, നമ്മൾ വീട്ടിൽ ചെയ്ത ടെസ്റ്റ് മാത്രമല്ല, നമുക്ക് ഇങ്ങനെ ക്ലിനിക്കിൽ ചെന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഇതും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ നിയറസ്റ്റ് ക്ലിനിക്കിൽ പോയി. ക്ലിനിക്കിൽ ചെന്ന് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ആണെന്ന് പറഞ്ഞ് ആദ്യം നമ്മളൊരു ഒരു ചൈനീസ്കാരൻ്റെ ഒരു ഡോക്ടറിൻ്റെ അവിടെ പോയി. അവിടെ നിന്നുള്ള ട്രീറ്റ്മെൻറ്റ് അത്ര ഭയങ്കര മോശമായിരുന്നു. അവർ പറഞ്ഞു ഫസ്റ്റ് ഡേ അല്ലേ ഇത് മിസ്റ്റേക്ക് ആയിരിക്കും എന്നുള്ള രീതിയിൽ ഭയങ്കര റൂഡായിരുന്നു. എന്നിട്ട് നമ്മൾ വേറൊരു ക്ലിനിക്കിലും പോയി. അപ്പം നമുക്ക് ഓക്കെ, നമ്മൾ വീട്ടിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത് നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് റിസൾട്ട് വന്നു. അപ്പോൾ ഇവരും ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു ക്ലിനിക്കിൽ ചെന്നു ഡബിൾ കൺഫേം ചെയ്യാനായിട്ട്. അവർക്ക് മനസ്സിലാവില്ല. ആ ഒരു സ്ഥലത്ത് പോയപ്പോൾ എൻ്റെ മുമ്പേ വെച്ച് അവർ നമ്മൾ ഈ വീട്ടിൽ ചെയ്ത പ്രഗ്നൻസി കിറ്റ് തന്നെയാണ് അവർ അവിടെ യൂസ് ചെയ്യുന്നത്. എൻ്റെ മുമ്പേ വെച്ച് എനിക്ക് ആ 2 വരെ കാണാം. എന്നിട്ട് അവർ സമ്മതിക്കുന്നില്ല, അവർ പറയുന്നത് പ്രഗ്നൻ്റ് അല്ല. അപ്പോൾ എനിക്ക് ഫസ്റ്റ് നമ്മൾ എന്തൊക്കെയോ പോലെ ആയിപ്പോയി. കാരണം ഞാൻ ഈ 2 വരെ ആണല്ലോ കണ്ടേ, അവർ സമ്മതിക്കുന്നില്ല, അവർ വേറെ എന്തൊക്കെയോ ടെസ്റ്റോ അങ്ങനെയൊക്കെ പറയുക. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, ശരിയാവില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ അപ്പം തന്നെ നമ്മൾ ഇറങ്ങി നേരെ വേറൊരു ക്ലിനിക്കിൽ പോയി. അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു, ഭയങ്കര നല്ലതായിരുന്നു. ഒരു യൂറിൻ ടെസ്റ്റും ചെയ്തു, ബ്ലഡ് ടെസ്റ്റും ചെയ്തു. യൂറിൻ ടെസ്റ്റിന്റെ റിസൾട്ട് അപ്പം തന്നെ പറഞ്ഞു അത് 2 ലൈൻ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. ബട്ട് ബ്ലഡ് ടെസ്റ്റും കൂടെ ഒന്ന് ഡബിൾ കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞു. അതിപ്പോൾ നെക്സ്റ്റ് ഡേ HCG എന്ന് പറഞ്ഞൊരു കമ്പോണന്റ് ഉണ്ടല്ലോ. നമ്മൾ പ്രഗ്നന്റ് ആവുമ്പോൾ നമുക്ക് യൂഷ്വലി പ്രഗ്നന്റ് അല്ലാത്ത ലേഡീസിന് അത് 5-ന് താഴെയാണെന്നാണ് എൻ്റെ വിശ്വാസം. 5-ന് താഴെയായിരിക്കും ന്യൂമറിക്. പ്രഗ്നന്റ് ആയതിനു ശേഷം അത് 10 അങ്ങനെ 20 ദിവസവും ഓരോ ദിവസം കഴിയുന്തോറും ഇരട്ടി ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും എത്ര ഡേയ്സ് ഓഫ് പ്രഗ്നൻസി ആണെന്നൊക്കെ.
ബീറ്റ HCG കൗണ്ടിലാണ് അറിയുന്നത്. ഹെൽത്തി പ്രഗ്നൻസി ആണെങ്കിൽ മാത്രമേ ആ ബീറ്റ HCG കൗണ്ട് കറക്റ്റായിട്ട് കൂടത്തുള്ളൂ. അപ്പം അതൊക്കെ അവർ നോക്കിയിട്ട് അവർ അടുത്ത ദിവസം റിസൾട്ട് വന്നു, അതും ഓക്കെയാണ്. അങ്ങനെ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇനി ആ പുള്ളിയല്ല, ഇനി നിങ്ങൾ ഫാമിലി ഡോക്ടറിനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഫാക്ട് നന്ദു ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ ഒരു 6 years ഒക്കെ ആയെങ്കിലും ആ സമയത്ത് 4.5 അപ്പോൾ ഫാമിലി ഡോക്ടർ ഇല്ല നമുക്കപ്പം. ഫോർച്ചുനേറ്റ്ലി നന്ദു അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. കോവിഡിന് മാത്രം, അതിപ്പോൾ ടെസ്റ്റ് വാങ്ങിക്കാനോ അങ്ങനെയൊക്കെ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പം ഇവർക്കാണെങ്കിലും ഇവരെ കൂട്ടത്തിലാണെങ്കിലും ആർക്കും ഒരു ഫാമിലി ഡോക്ടർ സെറ്റപ്പ് ഒന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത പാനിക്കായി, അയ്യോ എന്ത് ചെയ്യും നമുക്ക് അറിഞ്ഞുകൂടാ, അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ ഇരുന്ന് ഓരോ ക്ലിനിക്കിലായിട്ട് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ സ്ഥലത്തൊന്നും പേഷ്യൻസിന് അവർ എടുക്കുന്നില്ല. അവസാനം ഒരു സ്ഥലത്ത് നമുക്ക് പേഷ്യൻസ് അത് നമ്മളെ വീണ്ടും തൊട്ടടുത്ത്, ഞാൻ അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല നോക്കിയത്, നല്ലൊരു ക്ലിനിക്ക് നല്ലൊരു ഡോക്ടറെ ഞങ്ങൾക്ക് കിട്ടി. ഭയങ്കര, അതായത് ഇവിടെ നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ടല്ലോ കെയർലെസ് ആണ്, അവർ ശ്രദ്ധിക്കില്ല, അതൊക്കെ എക്സ്പെക്ട് ചെയ്ത് ഞങ്ങൾ പോയേ. പക്ഷേ ഞങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഡോക്ടറിനെയാണ് കിട്ടിയത്. വെരി താങ്ക്ഫുൾ. ബ്രാംപ്ടൺ റീജിയൻ ആ ബോർഡറിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ എഡ്മണ്ടിലോട്ട് മൂവ് ചെയ്തു. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഞങ്ങൾ വീഡിയോ ഇടാം. ഓക്കെ, കം ടു ദ പോയിന്റ്. അപ്പോൾ എന്തുവായിരുന്നു, ഞങ്ങൾ അങ്ങനെ നമുക്ക് ഫാമിലി ഡോക്ടറിനെ കിട്ടി. അങ്ങനെ നമ്മൾ അടുത്തൊരു അപ്പോയിൻമെൻറ്റ് തന്നെ എടുത്തു. എനിക്കൊന്നു മീറ്റ് ആൻഡ് ഗ്രീറ്റ് നവംബർ മിഡൊക്കെ വന്നു. അവരുടെ കണ്ടു, നല്ല ഡോക്ടർ, അവർ നല്ല രീതിയിൽ തന്നെ അവർ ബാക്കി പ്രൊസീജിയേഴ്സ് പറഞ്ഞു. ലൈക്ക് ഇനി നമുക്ക് ഫസ്റ്റ് സ്കാനാണ്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ കുറച്ച് ഈ കാര്യത്തിലൊക്കെ ഇച്ചിരി എന്ന് വെച്ചാൽ ലൈക്ക് ഭയങ്കര അറിവല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ലൈക്ക് കോംപ്ലിക്കേഷൻസിനെ കുറിച്ച്. കിച്ചുവിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഒരു കാര്യം. അതായത് പ്രഗ്നൻസി പോസിറ്റീവ് എന്ന് കണ്ടാൽ പ്രഗ്നൻ്റ് ആണ്, അത്രേ കിച്ചുവിന് അറിയണം, അത്രയല്ലേ എല്ലാവർക്കും അറിയുള്ളൂ. എനിക്ക് ഞാൻ കുറേ മിസ്കാരേജസും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും ഫാമിലിയിലുള്ളവരുടെ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ കേട്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് പല പോസിബിലിറ്റീസ് അറിയാം. അത് സത്യം പറഞ്ഞാൽ ഇച്ചിരി ദോഷം ചെയ്തായിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ. അപ്പോൾ ഞാൻ കിച്ചുവോട് ഇങ്ങനെ പറഞ്ഞു, കിച്ചു സന്തോഷിക്കാനുള്ള സമയം ആയിട്ടില്ല, സ്കാൻ കഴിയട്ടെ. സ്കാനിൽ മെയിനായിട്ട് ഫസ്റ്റ് സ്കാനിൽ അവർ നോക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ബേബിയുടെ പൊസിഷൻ കറക്റ്റ് ആണോ, അതായത് ബേബി യൂട്രസിൻ്റെ ഉള്ളിൽ തന്നെയാണോ. രണ്ടാമത്തെ കാര്യം ട്യൂബുലർ പ്രഗ്നൻസി, അവർ ഫലോപ്പിയൻ ട്യൂബിലല്ല, യൂട്രസിൻ്റെ ഉള്ളിൽ തന്നെയാണോ നോക്കും. പിന്നെ ഹാർട്ട് ബീറ്റ് ഉണ്ടോ നോക്കും, അതായത് ആ ഗ്രോത്ത് ഉണ്ടോ നോക്കും. അപ്പോൾ ഇത് നമുക്കത് 7 to 9 വീക്സ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ 8th വീക്ക് നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്തിട്ടുള്ള, നടുക്കായിട്ട് പോയി ആ സ്കാൻ ചെയ്തു. നല്ലൊരു ടെക്നീഷ്യനാണ് നമുക്ക് സ്കാൻ ചെയ്തത്. പിന്നെ ഇവിടുത്തെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്തെല്ലായിടത്തും അങ്ങനെയാണെന്ന് തോന്നുന്നു, ഹസ്ബൻഡ്സിന് കൂടെ നിൽക്കാം നമ്മുടെ എല്ലാ പ്രൊസീജിയേഴ്സിനും. എനിക്കത് ഭയങ്കര റിലീഫായിരുന്നു. കാരണം ഇപ്പം നാട്ടിൽ ഒരു പനിക്ക് പോയാൽ പോലും എന്തെങ്കിലും ഒരു നമ്മളൊന്ന് എക്സാമിൻ ചെയ്യുവാണെങ്കിൽ കൂടെ ഉള്ളവരൊക്കെ അവർ പുറത്തു വിടും. ഈ സ്കാൻ സെന്റേഴ്സിൽ നമ്മൾ അകത്ത് കയറ്റത്തില്ല, ടെക്നീഷ്യൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം അക്കമ്പനി ചെയ്ത് റൂമിൽ കൊണ്ടുപോയി കാണിച്ചു തരുമല്ല. അതായത് എന്നെ ആദ്യം സ്കാൻ ചെയ്തതിന് ശേഷം ഹസ്ബൻഡിൻ്റെ പേരൊക്കെ പറഞ്ഞ് ഹസ്ബൻഡിനെ വിളിച്ചുകൊണ്ട് വന്ന് ഫുൾ ബേബിയെ കാണിച്ചു കൊടുത്ത്, ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം, ബേബിയെ കാണിച്ച് തന്ന് ബേബിയുടെ ഹാർട്ട് ബീറ്റ് കണ്ടു വന്ന്. അന്നൊക്കെ ഫസ്റ്റ് സ്കാനിലൊക്കെ നമുക്ക് ബേബി എന്ന് പറയാൻ പറ്റില്ല, ഒരു തലയും ഒരു വാലും അത്രേ ഉള്ളൂ. ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ഹാർട്ട് ഇങ്ങനെ അടിക്കുന്ന കാണിച്ചു തരും, അത്രേ ഉള്ളൂ. ഭയങ്കര കുഞ്ഞതല്ലേ. അപ്പോൾ അത് നാട്ടിലാണെങ്കിൽ നമുക്കതൊന്നും കൂടെ നിർത്താത്തതുകൊണ്ട് നമ്മൾ ഭയങ്കര ടെൻഷനാവും. ഇതിപ്പോൾ നമുക്ക് ഹസ്ബൻഡ് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ധൈര്യമാണ്. അങ്ങനെ ഫസ്റ്റ് സ്കാൻ കഴിഞ്ഞു, എല്ലാം നല്ലതാണ്. എന്നിട്ട് നമുക്ക് വീണ്ടും ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു സ്കാനിൻ്റെ കാര്യം പറഞ്ഞിട്ട്, ഫാമിലി ഡോക്ടർ. അപ്പോൾ അവർ ആകെ പറഞ്ഞൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ ബേബിയുടെ ഹാർട്ട് ബീറ്റ് ഇച്ചിരി കൂടുതലായിരുന്നു. എനിക്കെപ്പോഴും ഹാർട്ട് ബീറ്റ് കൂടുതലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അതുകൊണ്ടാണോ എന്ന് പറഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു നമുക്ക് ഇപ്പം തന്നെ നോക്കാമെന്ന് പറഞ്ഞ് അവരുടെ ഒരു മെഷീൻ വെച്ച് അവർ വയറിൽ ഇങ്ങനെ വെച്ച് ഹാർട്ട് ബീറ്റ് കേട്ട് നോക്കി. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പം നോർമലാണ്, കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു. ഞങ്ങൾ വിട്ടു. ഇനി മന്ത്ലിയാണ് അപ്പോയിൻമെൻറ്റ്സ് എന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് അപ്പോഴത്തേക്കും എൻ്റെ ഏറ്റവും അടുത്ത ഫാമിലിയെ ഞങ്ങൾ അറിയിച്ചു. കിച്ചുവിൻ്റെ എവിടെയാണെങ്കിലും എൻ്റെ എവിടെയാണെങ്കിലുള്ള ഏറ്റവും അടുത്ത ഫാമിലി അറിയിച്ചു. അതിനുശേഷം അപ്പം ഇത് 8th വീക്കിലാണ് ഈ കാര്യങ്ങളൊക്കെ. 9th വീക്കിലോട്ട് തുടങ്ങുന്ന ഒരു സമയത്ത് എനിക്ക് എന്താ പറയുക, ഏറ്റവും ഒരു വേഴ്സ്റ്റ് നൈറ്റ് എന്ന് തന്നെ പറയാം. ഞങ്ങളിങ്ങനെ ഒരു ഫ്രൈഡേ നൈറ്റ് ആയിരുന്നു. ഞങ്ങളിങ്ങനെ ഫിലിം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു സെക്രീഷൻ പോലെ അവിടെ നിന്ന് വരുന്ന പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വാഷ്റൂമിലോട്ട് പോയി. എൻ്റെ കിച്ചു എന്നൊരു വിളിയാണ് ഞാൻ വിളിച്ചത്. എനിക്ക് അവിടെ നിന്ന് ബ്ലീഡ് ഇൻ ദ സെൻസ് അന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, സ്പോട്ടിങ് ആയിരുന്നു. ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പാഡ് വെച്ചാൽ 1 hourൽ അല്ലെങ്കിൽ 2 hourൽ നിറയുന്നതാണ് ബ്ലീഡിംഗ് എന്നാണ് ഇവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത്. അങ്ങനെ പറയുവാണെങ്കിൽ ഇറ്റ് വാസ് നോട്ട് എ ബ്ലീഡിംഗ്, ഇറ്റ് വാസ് എ സ്പോട്ടിങ്. നമുക്കറിയില്ല, ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണ്. പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുറേ ആൾക്കാർക്ക് മിസ്കാരേജ് ചെയ്തിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടുണ്ട്. മേ ബി ഈ ഫസ്റ്റ് ട്രൈമസ്റ്റർ അമ്മയും പറയാറുണ്ട് ഫസ്റ്റ് ട്രൈമസ്റ്റർ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എന്തെങ്കിലും, അത് മാത്രമല്ല ബ്ലഡ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ക്ലോട്ട്സ് പോലെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഭയങ്കര വിന്ററാണ് മെയിനിൽ പറയാ. നിങ്ങൾ അറിയോന്നറിയില്ല, ഇവിടെ നവംബർ ടു മാർച്ച് എന്നൊക്കെ പറഞ്ഞാൽ സ്നോ
എന്താ പറയുക, സൺസെറ്റൊക്കെ ഭയങ്കര നേരത്തെ, എപ്പോഴും ഇരുട്ട്, അങ്ങനെ ഒരു കാലാവസ്ഥയാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് ട്രൈമസ്റ്റർ ആകുമ്പോൾ നമുക്ക് ഭയങ്കര പാനിക് ആവുമല്ലോ. അങ്ങനെ ഞങ്ങൾ കാറും എടുത്തുകൊണ്ട് തന്നെ ഇറങ്ങി. നമ്മൾ ന്യൂ ടു ബ്രാംപ്ടൺ വിസാഖ ബോർഡറാണ്. ഞാൻ സ്കാർബോറിലാണ് നിന്നിരുന്നത്. അപ്പം നമുക്ക് ഈ ഫാമിലി ഡോക്ടർ കൺസെപ്റ്റ് പോലും നമ്മൾ ഫാമിലി ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ തുടങ്ങി നോക്കിയപ്പോഴത്തേക്ക് അവർ 6 o'clock അവർ ആ ക്ലിനിക്ക് ക്ലോസ് ചെയ്യും. ഇത് നടക്കുന്ന 7:30. ഇത് നടക്കുന്ന 7:30. അപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഡയറക്റ്റ് കാറിൽ കയറി ഇനി എങ്ങോട്ട് പോകണം, ഹോസ്പിറ്റലിൽ പോകണോ അതോ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. താങ്ക്ഫുള്ളി നമ്മളെ ഹൗസ് ഓണർ മലയാളി ചേച്ചീനെ വിളിച്ചു. ചേച്ചിയെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, നന്ദു ഇങ്ങനെ ഒരു ഹോസ്പിറ്റലുണ്ട്, ഡയറക്റ്റ് ബ്രാംപ്ടൺ സിവിക് എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റലിലോട്ട് വിട്ടോ, അതാണ് നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ളത്, അങ്ങോട്ട് പോകാനായിട്ട് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവിടുത്തെ അത് ഞാൻ ഇപ്പോഴേ പറയാം, ഇവിടെ നമ്മളൊരു ഇതിനെ പറയണ എമർജൻസി പോവാന്നാണ് പറയണത്. എമർജൻസി പോവാന്ന് പറഞ്ഞാൽ മിനിമം ഒരു 8-10 hours ഒക്കെയാണ് ഇവർ വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. കാരണം നമുക്ക് ഇവരെല്ലാവരും കളിക്ക് പറയും, നമുക്ക് ജീവനോട് അത്രയും മണിക്കൂർ ഇരിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അവർ നമ്മൾ എടുക്കത്തില്ല. അത്രയ്ക്ക് എന്താ പറയുക, ഒരു ഫേറ്റലായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അവർ കണ്ടാൽ മാത്രമേ അവർ നമ്മളെ ഉള്ളിലോട്ട് എടുക്കത്തുള്ളൂ, ട്രയാജ് കഴിഞ്ഞിട്ട്. അപ്പോൾ എന്നോട് ചേച്ചി പറഞ്ഞു, നീ എല്ലാം ഇച്ചിരി കൂട്ടി പറയും, അതായത് നീ അവിടെ ചെന്നൊരു ചെറിയ സ്പോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അവർ എടുക്കത്തില്ല, നീ നല്ല വയറുവേദനയുണ്ട്, നല്ല ബ്ലീഡിങ് ഉണ്ട് എന്നൊക്കെ പറ, എന്നാലേ അവർ എടുക്കത്തുള്ളൂ എന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. ആ സമയത്ത് ഇതൊന്നും രണ്ടുപേരും കാറിയിരുന്ന് കരച്ചിലായിരുന്നു. ഇത്ര അൺപ്ലാൻഡ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാലും വൺസ് അത് പോസിറ്റീവായി കഴിയുമ്പോൾ നമുക്ക് പിന്നെ അത് ആഗ്രഹമാണല്ലോ, പിന്നെ അത് മിസ്സാവരുത്, നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലെത്തിയിട്ട് നമ്മളും ആദ്യമായിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. എന്താ പരിപാടി എന്ന് ഒരു പിടിയില്ല, ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. കാരണം സ്റ്റിൽ ഞാൻ ബ്ലീഡ് ചെയ്യുവാണ്. പോയിട്ടില്ല ഞാൻ ഹോസ്പിറ്റലിൽ അങ്ങനെ ഇവിടുത്തെ ഇതിൽ ഞാൻ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ടൈം ഹോസ്പിറ്റലിൻ്റെ അകത്ത് പോകുന്നത് ആദ്യമായിട്ട് നമ്മളെ ഈ ഒരു സിനാറിയോയില്ല, ഈ ഒരു സിറ്റുവേഷനിലാണ് പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞൂടെ, എവിടെ പോകണമെന്ന് പറഞ്ഞൂടെ, ഒന്നും അറിയത്തില്ല. എമർജൻസി എങ്ങോട്ടാ പോകണം, എവിടെ പാർക്ക് ചെയ്യണം, അത് ഇത് എന്നെല്ലാം പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ആർച്ചയെ കൊണ്ടുവന്ന് ഇറക്കി, ഞാൻ പാർക്കിംഗ് സ്പോട്ടിൽ വണ്ടി കൊണ്ടുവന്നിട്ട് അകത്ത് വന്നു. ആർച്ച നോക്കിയപ്പോഴത്തേക്ക് ആർച്ച അവിടെ, എനിക്ക് തോന്നുന്നു അവിടെ എവിടെയോ ഞാൻ പോയി. അത് മാത്രമല്ല, എനിക്ക് സ്റ്റിൽ സ്പോട്ടിങ് വരുവാണ്. ഞാൻ നടക്കും തോറും എനിക്കിങ്ങനെ ഫീൽ ചെയ്യാം ബ്ലീഡ് ചെയ്യുവാണ്. അപ്പം ഞാൻ പെട്ടെന്നൊരു സ്ഥലത്ത് പോയി. അപ്പം ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു, എന്നിട്ട് എല്ലാം ഞാൻ കൂട്ടി പറഞ്ഞു. എനിക്ക് വയറുവേദന ഇല്ലായിരുന്നു താങ്ക്ഫുള്ളി, പക്ഷേ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. കാരണം അവരെങ്ങനെയെങ്കിലും എന്നെ ഒന്ന് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് അവർ ട്രയാജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം എല്ലാം ഒന്ന് ചെക്ക് ചെയ്യും. അതായത് പ്രഷർ നോക്കും, നമ്മുടെ വെയിറ്റ് നോക്കും, ബേസിക് ഹാർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി, അതൊക്കെ നോക്കിയിട്ടാണ് അവർ നമ്മുടെ പ്രയോറിറ്റി നോക്കുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, പ്രഷർ നോർമലാണ്, എന്നെ കാണുമ്പോൾ പ്രശ്നമൊന്നുമില്ല, ഞാൻ പെയിലാവുന്നില്ല, അങ്ങനെയൊന്നും ഒരു പ്രശ്നം എനിക്കില്ല. എന്നിട്ട് നമ്മൾ പറയുന്നുണ്ട്, പക്ഷേ അവരത് മൈൻഡ് ചെയ്യില്ല. 7:45 ഡോക്ടർ ഞങ്ങളെ വിളിക്കുന്നത് 11 മണിക്കാണ്. എന്നിട്ട് അവിടെ എന്ന് വെച്ചാൽ ഞങ്ങൾ കൂടെ ഇരുന്ന ഒരാൾ പറയുമായിരുന്നു, അയാൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്നതാണ്. അയാൾക്ക് പ്രീവിയസ്ലി ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്. അപ്പം വർക്ക് പ്ലേസിൽ നിന്ന് ഡയറക്റ്റ് അങ്ങനെ പണ്ട് വന്ന കണക്കത്തെ ഒരു സിറ്റുവേഷൻ കണക്ക് വന്നു, നെഞ്ചുവേദന കണക്ക്. അപ്പോൾ പുള്ളി ഉടനെ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഓൾമോസ്റ്റ് 6 hours ആയി എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം അയാൾക്ക് പെയിനൊന്നുമില്ല, ഇവിടെ അങ്ങനെയാണ്, ഇവിടുത്തെ എമർജൻസി സിസ്റ്റം അങ്ങനെ തന്നെയാണ്, നമുക്ക് പ്രയോറിറ്റി കിട്ടാൻ പാടാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളെ കൂടെ നമ്മൾ വന്ന സമയത്ത് തന്നെ വേറൊരു കപ്പിളും ഇത് കണക്ക് പനിയായിട്ട് വന്നു. ഭയങ്കര നമുക്ക് കണ്ടറിയാം, കുട്ടിക്ക് ഒട്ടും വയ്യ. ആ വന്ന പുള്ളിക്കാരിക്ക് ഒട്ടും വയ്യ. പുള്ളിക്കാരത്തിക്ക് ഒരു പുള്ളിക്കാരനോ, എനിക്ക് തോന്നുന്നു ഹസ്ബൻഡാണെന്ന് തോന്നുന്നു, കൂടെ ഉണ്ടായിരുന്നു ബൈസ്റ്റാൻഡർ പോലെ. ഇൻ ദ എൻഡ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അവരും നമ്മളോടെയാണ് ഒരുമിച്ച് ഇറങ്ങിയത്. ആ സമയത്ത് ആ പുള്ളിക്കാരൻ ഉറങ്ങി വണ്ടിയിലിരിക്കുന്നു. വയ്യാതെ വന്ന സ്ത്രീ അയാളിനെ, കാരണം പനിയല്ലേ, അപ്പോൾ നമ്മൾ പാരസെറ്റമോൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ കുറച്ച് അവേഴ്സ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കുറയുമല്ലോ. അങ്ങനെയാണ് ഇവിടുത്തെ വെയിറ്റിംഗ് ടൈം ഭയങ്കര കൂടുതലാണ്. അങ്ങനെ ഒരു 11 മണിയായപ്പോൾ ഞങ്ങൾ അകത്ത് വിളിച്ചിട്ട് ഞങ്ങൾ അകത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ബ്ലീഡിങ് ആണ്. അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് പറഞ്ഞു, എത്ര വീക്സ് ആയി എന്ന് ചോദിച്ചു. അപ്പോൾ 9 weeks. അപ്പോൾ പറഞ്ഞു, ദിസ് ഷുഡ് ബി എ മിസ്കാരേജ്, ഇങ്ങനെ തന്നെ അങ്ങ് എടുത്തങ്ങ് പറഞ്ഞു. അപ്പോൾ നമ്മൾ 2 ഓപ്ഷൻ ഉണ്ട്, ഒന്നെങ്കിൽ മിസ്കാരേജ് അല്ലെങ്കിൽ നോർമൽ ആയിരിക്കും, ഇത്രയും പറഞ്ഞു. നമ്മളങ്ങ് ഷാറ്റേർഡായി, ലൈക്ക് എന്തോ പറഞ്ഞുകൂടാ. അങ്ങനെ എനിക്ക് അവിടെ ഒരു മലയാളി നേഴ്സ് ഉണ്ടായിരുന്നു. ആ ചേച്ചി വന്ന് പറഞ്ഞു, അയ്യോ 9 weeks അല്ലേ ആയിട്ടുള്ളൂ, ഒന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. മൊത്തത്തിൽ നമ്മൾ ഒരു കാര്യം നമ്മൾ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഇതേ സമയം വീട്ടിൽ നിന്ന് കോൾ ചെയ്യുന്ന സമയമാണ്, വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ പറയാം, വീക്കെൻഡ് ആണ്, ഫ്രൈഡേ ആണ്, ഫ്രണ്ട്സിന്റെ അവിടെയാണ്, പുറത്താണ്. നമ്മൾ ചേട്ടനോട് മാത്രം പറഞ്ഞു, ചേട്ടൻ US-ലാണ്. അപ്പൊ നമ്മുടെ ഏതാണ്ട് സെയിം ടൈം സോൺ ആയതുകൊണ്ട് അവനോട് മാത്രം പറഞ്ഞു. അപ്പൊ ചേട്ടൻ വീട്ടില് നമ്മളെ വിളിക്കും, പിന്നെ അമ്മയും ചേട്ടനെ ഹാൻഡിൽ ചെയ്ത, ലൈക്ക് അവർ ബിസിയാണ് എന്നൊക്കെ പറഞ്ഞ് ഹാൻഡിൽ ചെയ്ത് ചേട്ടൻ നമ്മളെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് സംസാരിക്കാനുള്ള മൂടൊന്നും ഇല്ല, കാരണം അറിയാലോ നമ്മൾ
ഫസ്റ്റ് ഡെലിവറിയും ഫസ്റ്റ് പ്രഗ്നൻസിയും കൂടിയാണ്, നമുക്കൊന്നും അറിയത്തില്ല. എന്നിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റും പറഞ്ഞു, സ്കാനും പറഞ്ഞു ഡോക്ടർ. ആദ്യം പോയി ബ്ലഡ് ടെസ്റ്റിന് എത്ര നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് എടുത്തത്? കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് എടുത്ത ഉടനെ തന്നെ നമ്മൾ സ്കാനിനെ വിളിച്ചു. സ്കാനിന് പെട്ടെന്ന് അത് മാത്രമല്ല, എമർജൻസിയിൽ സ്കാൻസ് കുറവല്ലേ, ബ്ലഡ് എന്ന് പറയുമ്പോൾ പനിയായിട്ട് വരുന്നവരും എല്ലാവർക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെ നമ്മൾ സ്കാനിന് പോയി. സ്കാൻ കഴിഞ്ഞു. സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് പൊതുവേ സ്കാൻ സെന്ററിൽ പ്രൈവറ്റ് ആയിട്ടുള്ള വേറെ ക്ലിനിക്ക് കണക്കത്ത് അല്ല എന്തോന്നാ പറയുന്നത് അതിനാ ലാബ്സ് ലാബിൽ തന്നെ ആ ലാബിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മളെ കഴിയുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചുകൊണ്ടൊന്ന് കാണിക്കുക, അല്ലെങ്കിൽ ആർച്ചയുടെ അടുത്ത് പറയും ഇങ്ങനെയാണ് എന്ന് പറയും, എല്ലാം ഓക്കെ ആണെന്നൊക്കെ പറയും. രണ്ടുപേരും കയറ്റി കാണിച്ചു. അപ്പം ഞാൻ കാണുന്നുണ്ട്, എനിക്ക് മറ്റേതിൽ കാണിച്ച കണക്ക് ഞാൻ കുറച്ചാണ്, പക്ഷെ എനിക്ക് അറിഞ്ഞൂടല്ലോ ബേബിയെ കാണുന്നുണ്ട്, പക്ഷേ ബേബിക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടോ ഒന്നും പറയുന്നില്ല, അവരൊന്നും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അവര് നോക്കിയിട്ട് റൂഡെന്നല്ല, അവർക്ക് എനിക്ക് തോന്നുന്നു അവർക്ക് അവരുടെ പോളിസിയാണ്, അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ ബെഗ് ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് പറയൂ. അപ്പൊ പറഞ്ഞു ഡോക്ടർ പറയും എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ ഉടനെ സ്കാനിന്റെ റിപ്പോർട്ട് അപ്പൊ തന്നെ ആയല്ലോ. ഇത് 1:30 മണിക്കാണ്, കാരണം നമുക്ക് അത്രയും ടൈം ബ്ലഡ് ടെസ്റ്റിന് പോയി. 1:30 AM ആയപ്പോ നമുക്ക് ഡോക്ടർ വിളിച്ചു. ഡോക്ടർ വിളിക്കുകയല്ല, ഞാൻ ചെന്ന് ചോദിച്ചു. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ന് ചെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കണക്ക് എന്തുവാ സ്കാനിന്റെ റിസൾട്ട് പോസിറ്റീവാണ്, കുഴപ്പമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് അത് മാത്രം നോക്കിയാൽ പോരാ, നമുക്ക് ബ്ലഡ് ടെസ്റ്റും കൂടെ ഒന്ന് നോക്കണം. ഞാൻ പറഞ്ഞില്ലേ ബീറ്റ HCG കൂടുന്നുണ്ടോ എന്ന് അവർക്ക് അറിയണം. പക്ഷെ അപ്പോഴത്തേക്ക് നമ്മൾ പകുതി ആശ്വാസമായി. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു 1 hour ഒക്കെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് വിളിച്ചു. ഓൾമോസ്റ്റ് അറൌണ്ട് 2-3 ആയപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവര് അതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു. ഇപ്പോഴും എനിക്കൊരു ചോദ്യചിഹ്നമാണ്, അതെന്തുകൊണ്ട്. ഇതിപ്പോ നമുക്കപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടെ പോയി. ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടാണോ, അല്ലെങ്കിൽ ഞാൻ സ്റ്റെപ്പ് വല്ലതും ഓടിക്കയറിയോ? കാരണം ഞാൻ ബസ്സിലായിരുന്നു ഓഫീസിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അറിയാമല്ലോ ഇവിടെ മഞ്ഞൊക്കെയാണ്. അപ്പോൾ ബസ്സൊക്കെ ഒരു 2 മിനിറ്റൊക്കെ നേരത്തെ വരുമ്പം എനിക്ക് ബസ്സിനെ കാണാം, ഞാൻ ഓടിയായിരിക്കും പോവുക. അപ്പോൾ ഓടിക്കഴിഞ്ഞ് ബസ്സിൽ കയറിയിട്ടായിരിക്കും ഞാൻ ആലോചിക്കുന്നത് ഈശ്വര ഞാൻ പ്രഗ്നൻ്റ് ആണ്, ഇങ്ങനെ ഓടാവോ? അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ ഓടിയോണ്ടാണോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിച്ച ഫുഡിൻ്റെ ആണോ? പിന്നെ ഞങ്ങൾ ബേസ്മെൻറ്റിലാണ് താമസിച്ചിരുന്നത്, അപ്പോൾ സ്റ്റെപ്പ് എപ്പോഴും കയറി ഇറങ്ങുമായിരുന്നു, അതിൻ്റെ ആണോ? എന്തൊക്കെയോ വന്നു. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, ഓക്കെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചപ്പോൾ ആ പുള്ളി പറഞ്ഞു അതറിയത്തില്ല, ഇനി വരുവാണെങ്കിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി വീണ്ടും, കാരണം നമുക്ക് റീസൺ അറിഞ്ഞാലല്ലേ നമുക്ക് അത് എങ്ങനെയെങ്കിലും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ താങ്ക്ഫുള്ളി നമുക്ക് ആ ഒരു പോസിറ്റീവ് ഇത് കേട്ടതുകൊണ്ട് നമ്മളപ്പോൾ തന്നെ ഇറങ്ങി വീട്ടിൽ നമ്മൾ വിളിച്ച് പറഞ്ഞു. ആദ്യമേ ഞാൻ വിളിച്ച അമ്മയോട് പറഞ്ഞു അമ്മ ഒരു കുഴപ്പം. അപ്പോഴത്തേക്ക് ചേട്ടൻ വീട്ടിൽ അറിയിച്ചു, കാരണം ഇത്രയും ലേറ്റായി, കാരണം നമ്മുടെ 2 മണി 3 മണി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉച്ചയായി. അപ്പം അവർ ഇത്രയും നേരം എന്തായാലും നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിൽക്കില്ല എന്ന് അവർക്കറിയാം, അപ്പോൾ പറയേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല. എന്നിട്ട് നാട്ടിൽ നിന്ന് അപ്പോൾ നമുക്കൊരു സജഷൻ പറഞ്ഞു, നാട്ടിൽ യൂഷ്വലി ബ്ലീഡിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ ബെഡ് റെസ്റ്റ് പറയും, അതുകൊണ്ട് നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുമെന്ന് ഞങ്ങളുടെ കസിൻസും റിലേറ്റീവ്സും ഒക്കെ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ബെഡ് റെസ്റ്റ് എന്ന് ആലോചിച്ചപ്പോൾ എന്താ പറയുക, എനിക്ക് ഓഫീസിൽ പോകാതിരിക്കാൻ പറ്റത്തില്ല, കാരണം എനിക്ക് അപ്പോഴേ മെറ്റേണിറ്റി ലീവ് തുടങ്ങിക്കഴിഞ്ഞാൽ ബേബി ജനിച്ചുകൊണ്ട് ഞാൻ ഓഫീസിൽ പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇല്ല. പൊതുവെ വിന്റർ ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം ഒന്ന് കുറച്ചും കൂടെ വരുന്നു, ആർച്ച റെസ്റ്റ് എടുക്കുന്നു. കുക്കിംഗ് ചെയ്തുകൊണ്ടിരുന്നത്, കാരണം അന്ന് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ പുറത്തുനിന്ന് ഫുഡ് മേടിക്കാൻ ഞങ്ങൾക്ക് പേടിയായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സ്പോട്ടിങ് കൂടെ വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് പേടിച്ചു ഞങ്ങൾ, കാരണം ഞങ്ങൾക്ക് അങ്ങനെ സജഷൻ ചോദിക്കാനോ അങ്ങനെ ഇത് ഓരോരുത്തരുടെ അനുഭവം ഡിഫറെൻ്റ് ആണല്ലോ. നമ്മുടെ അതേ ഫേസിൽ കൂടെ പോകുന്നവർ കുറവല്ലേ, നമ്മുടെ അനുഭവം നമ്മുടെ മാത്രമാണ്. അപ്പോൾ കിച്ചു തന്നെയായിരുന്നു ഫുൾ കുക്ക് ചെയ്യണം. ഇത് കിച്ചു കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയും കിച്ചു അടിപൊളി, കാണാൻ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷേ കിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എത്ര തവണ കിച്ചു മാറി മാറി കുക്ക് ചെയ്തിട്ടുണ്ടെന്നറിയോ? എനിക്കൊന്നും എനിക്ക് എന്തോ പോലെ വരും. അത് വൊമിറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് 6 weeks വൊമിറ്റിങ്ങേ ഉണ്ടായിരുന്നില്ല. അതിന് ശേഷം എല്ലാ ദിവസവും ഞാൻ വൊമിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ അതെനിക്കൊരു ബുദ്ധിമുട്ട്, ഡെലിവറി ഡേ പുഷ് ചെയ്തപ്പോഴും ഞാൻ വൊമിറ്റ് ചെയ്തു. പക്ഷേ ഞാൻ താങ്ക്ഫുള്ളി പറയട്ടെ, എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. സാധാരണ ഇപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് 7 monthsോളം രാവിലെ എണീക്കുന്നു, ഛർദ്ദിക്കുന്നു, ബാക്കി എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്കൊക്കെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് ഈ മോർണിംഗ് ഉള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ, അമ്മയ്ക്ക് ഡീഹൈഡ്രേറ്റ്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നുമല്ല. എന്ന് വെച്ചാൽ രാവിലെ എനിക്ക് ഒരു 10 minutes ഞാൻ വൊമിറ്റ് ചെയ്യും. വയറ് വെച്ച് വൊമിറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട്, അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന് ശേഷം എനിക്ക് ബുദ്ധിമുട്ടൊന്നും, അതായത് എന്ത് കഴിച്ചാലും വൊമിറ്റ് ചെയ്യുന്ന വൊമിറ്റല്ല. എനിക്കെന്നും രാവിലെ ഒരു മോർണിംഗ് സിക്നസ് അതുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ തളർച്ച, അതൊക്കെ ഫസ്റ്റ് 12 weeks. അങ്ങനെ എന്താ പറയുക, നമ്മുടെ ആ ഒരു ഇത് കഴിഞ്ഞു. പക്ഷേ അതിന് ശേഷം നമ്മുടെ ലൈഫ് ഭയങ്കര
താഴോട്ട് ഇങ്ങനെ പോകുന്ന പോലെ. അതായത് ഒന്നാമത് വിൻ്റർ ഒരിടത്തും പോകുന്നില്ല. ഇല്ലെങ്കിൽ നമ്മൾ വിൻ്റർ ആയാൽ പോലും നമ്മൾ കാറിലൊക്കെ ഇങ്ങനെ റൈഡ്സ് ഒക്കെ ഒരുപാട് പോകും. അല്ലെങ്കിൽ വിൻ്ററിൽ പോകാൻ വേണ്ടിയുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ. പിന്നെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ആർച്ച കൂടുതലും റെസ്റ്റ് ആയിരുന്നു. ഒരിടത്ത് പോകാൻ ഒരു ഇതില്ല, പ്രത്യേകിച്ച് സ്പോട്ടിങ് വന്നതിന് ശേഷം എനിക്ക് വയ്യ, ഒന്നിനും വയ്യ, ഒരു എനർജി ഇല്ലാത്ത കണക്കായിരുന്നു. ഡിപ്രഷൻ എനിക്ക് അറിഞ്ഞൂടെ ഈ കാര്യങ്ങൾക്കൊക്കെ ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ഹോർമോണൽ ചേഞ്ച് എന്നൊക്കെ പറയുന്നത്. ഫുൾ പുള്ളിക്കാരി വജുന്നു, കിടക്കുന്നു, എപ്പോഴും കിടക്കുന്നു, ഉറങ്ങുന്നു. എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നപ്പോൾ പോലും ഞാൻ ബെഡിൽ നിന്ന് എണീറ്റിട്ടില്ല. എനിക്ക് പേടി, കാരണം നാട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു നാട്ടിൽ സ്പോട്ടിങ് വന്നതിനെ കാല് പൊക്കി വെച്ച് കിടക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് പേടി. പക്ഷേ അതിനുശേഷം നമ്മൾ ഫാമിലി ഡോക്ടറിന് അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഇനി ഇങ്ങനെ വന്നാൽ ഇവിടെ വന്നാൽ മതി. അത് നമുക്ക് ഭയങ്കര കോമൺ ആണ്, കുഴപ്പമില്ല. അൺലെസ് ഇറ്റ് ഈസ് എ ബ്ലീഡിങ്, ലൈക്ക് നിങ്ങൾക്ക് പീരീഡ്സ് പോലെ ബ്ലീഡ് ആവുക, അതൊക്കെ ഉള്ളൂ പ്രശ്നം. ഇതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആശ്വാസമായി. എന്നിട്ട് അവർ അടുത്ത സ്കാനിന് പറഞ്ഞു NT സ്കാൻ. NT സ്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോമോ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന്, ജനറ്റിക് ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയാനുള്ള ഒരു സ്കാനാണ് NT സ്കാൻ എന്ന് പറയുന്നത്. നാട്ടിലതിന് എന്തോ മാർക്കർ ടെസ്റ്റ് എന്നോ അങ്ങനെ എന്താ പറയുന്നത്. അപ്പോൾ NT സ്കാൻ എപ്പോഴും 11 to 13 വീക്സിൻ്റെ അകത്ത് ചെയ്യണം. നമ്മളെപ്പോഴും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നടുക്കായിട്ട് പോയി ചെയ്യും. കാരണം നേരത്തെ പോയി ചെയ്താൽ ബേബി ചിലപ്പോൾ അത്രയും ഗ്രോത്ത് ഉണ്ടാവില്ല, ലേറ്റും ആക്കത്തില്ല. ലേറ്റ് ആക്കാൻ പറ്റത്തില്ല. ലേറ്റ് ആക്കി ഇതിന് ഒരു 13 വീക്കിനകത്ത് ചെയ്യണം. വീക്കിൻ്റെ അകത്ത് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റും വരുന്ന ഒരു സ്കാനാണത്. അപ്പോൾ സ്കാൻ ചെയ്തു. ആ സ്കാന് എനിക്ക് അത്ര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോ കുറച്ചധികം ആയല്ലേ, ഞങ്ങളതിന് സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം. എല്ലാവരും കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.